ഇങ്ങനെ കൊണ്ടോ പാവല്ലേ നെക്സ്റ്റ് പടം യെസ് നിങ്ങൾ വരുന്നില്ലേ അതായത് നാളെങ്കിൽ നാളെ എന്തെങ്കിലും മനസ്സിലാക്കണമേ സുഖമല്ല എല്ലാവർക്കും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ നമ്മ സിനിമ നടനായി പിന്നെ എന്തോക്കാൻ ഇല്ല അതില്ല പാലക്കര പങ്കുവെക്കലിനൊന്നും ഞാൻ തൽക്കാലം മുതിരുന്നില്ല. ഇപ്പം എന്താ പറയുക, വലിയ സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് ഒരു ചലച്ചിത്ര പ്രവർത്തനത്തെ സംബന്ധിച്ച്. ഇപ്പം അന്നപൂർണ്ണ പറഞ്ഞതുപോലെ എൻ്റെ കഴിഞ്ഞ സിനിമയും ഇതേപോലെ ഒരു വലിയ വിജയാഘോഷം നടത്തിയിരുന്നു. അതിനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഇപ്പം ദൈവാനുഗ്രഹത്താൽ ഈ സിനിമയും അങ്ങനെ ഒരു വിജയാഘോഷം നടത്താനൊരു അവസരം ഉണ്ടായി. ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളോട് അത്രയധികം അടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞങ്ങളിപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളും ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ ആദ്യം വിളിച്ചു പറയുന്ന ആളുകളാണ് വന്നിരിക്കുന്ന ഞങ്ങളുടെ അതിഥികളെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ ഇത് നീട്ടുന്നില്ല. അങ്ങനെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നത് എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. കാരണം അത്ര ഗംഭീര ക്രൂ ആയിരുന്നു അതിൻ്റെ കൂടെ. അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്ത ആളുകൾ ആ 75 ദിവസം അവർ അത്രയധികം ആത്മാർത്ഥമായി ജോലി ചെയ്തു. അതാണ് ആ സിനിമയുടെ ക്വാളിറ്റി എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അതേപോലെ അതിനെ അഭിനയിച്ച ആളുകൾ നിങ്ങൾ കണ്ടതാണ് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ഈ സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ, അവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഇനിയും ഞങ്ങളൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. തീർച്ചയായും നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഈ ചിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ പേര് വിളിക്കുന്ന മുറയ്ക്ക് വേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ശ്രീ അമ്മാസ് ബാബു. എല്ലാവർക്കും എത്തുക എന്നുള്ളത് ഡ്രൈവർമാരായി പ്രവർത്തിച്ചവരാണ്. ഞാൻ ഈ വായിച്ച പേരുകളൊക്കെയും അമ്മാസ് ബാബു, കപിൽ, രാജേഷ് ആലപ്പി, ആശിഷ് കിയാജ്, ഉദയൻ, സന്തോഷ്. ചിത്രവുമായി ബന്ധപ്പെട്ട കാസ്റ്റ് ആൻഡ് ക്രൂ, ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും വിനീതമായ അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.
അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് കൂടുതൽ കൃത്യമായിട്ടുള്ള അനുഭവമാണ്. പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ, എഴുത്തുകാർ, സംവിധായകൻ, അഭിനയിച്ചവർ എല്ലാം ഏറെ പ്രിയപ്പെട്ടവരാണ്. ജിനു റോയലും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കൂടെ സരിഗമയുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ഡാർവിനാണ്. അഭിനയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടോവിനോ, മറ്റ് എല്ലാ എൻ്റെ സുഹൃത്തുക്കളും തന്നെയാണ്. അപ്പോൾ ഈ സിനിമ എനിക്കൊന്നു ലുലു മോളിലെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോൾ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു വന്ന് ഇത്തരം ഒരു വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് അന്ന് പറഞ്ഞതാണ്. കുറച്ച് അർത്ഥങ്ങൾ ഫലവത്തായിരിക്കും. സിനിമ കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാരാണ് എന്നാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അവർ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ സിനിമയിൽ എന്നും സഹോദരന്മാർക്ക് വലിയ പങ്കാണുള്ളത്. മലയാള സിനിമയെ അടിമുടി മാറ്റാനായിട്ട് വന്ന 2 സഹോദരന്മാരാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോൾബിനും ഡാർവിനും. ഇരട്ടകളാണ്. നമ്മൾ ഇരട്ട സംവിധായകരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ സഹോദരങ്ങളല്ല, ഇത് ഇരട്ടകളാണ്. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഡാർവിൻ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഡോൾബിൻ ആയിട്ട് ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ എഴുത്തുകാരുടെ സംഘടന നിർമ്മിച്ച കാപ്പ എന്ന സിനിമ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചത് ഡോൾബിനും ജിനുവും ചേർന്നിട്ടാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഡോൾബിനെയും ഡാർവിനെയും അറിയാം. അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ കുറേ നാൾ മലയാള സിനിമയിൽ ഒരു കറക്കം കറങ്ങുമെന്നും മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സിനിമകൾ നിങ്ങളുടേതായി ഉണ്ടാകുമെന്നും പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ സിനിമ. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ സാജൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഒരു കുറ്റാന്വേഷണ കഥ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ പറയുകയും ഒരു പീരീഡ് മുഴുവനും ഏറ്റവും ഫലപ്രദമായി റീക്രിയേറ്റ് ചെയ്യാനെ പറ്റി. അതുപോലെ ജയിച്ചു വരുന്ന ഒരു നായകനല്ല അതിന്. ആ നായകൻ ഫ്ലോഡാണ്. അയാൾ ഏറ്റവും അവസാനം പൂർണ്ണമായി വിജയിച്ചു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി വിജയിക്കാത്ത ഒരു നായകനാണ്. അത്തരമൊരു പ്രമേയം കൈകാര്യം ചെയ്യാൻ, അങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെയ്യുന്നു. അവരെ അത് സംവിധാനം ചെയ്ത് ഒരു വിജയമാക്കി തീർക്കാൻ ഡാർവിന് സാധിച്ചു. അപ്പോൾ ഡോൾബിനും ഡാർവിനും എല്ലാ ഭാവവും കൂടെ ജീവിതത്തിലും ഈ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പേരാണ്. അത് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കേൾപ്പുള്ള പ്രൊഡക്ഷൻ ഹൗസായിട്ട് തീരട്ടെ എന്ന ആശംസിക്കുന്ന ഈ സിനിമയുടെ എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ആദ്യത്തെ ചിത്രമാണ്. കന്നി ചിത്രത്തിൽ തന്നെ തിയേറ്ററിലും അതോടൊപ്പം തന്നെ OTT-യിലും ഒക്കെ ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടി. ഒരേ സമയം നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും ഒക്കെ നേടിയ ചിത്രമാണ്. എന്താണ് ഈ സായനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നു. കാരണം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ നിന്നാണ് വാങ്ങുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തൊന്നും മേടിക്കാൻ പറ്റിയാലും എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അപ്പം എല്ലാവരോടും നന്ദി. ചിത്രത്തിന്റെ ഹീറോ ടൊവിനോ തോമസ് മുമ്പൊരിക്കൽ ഞാൻ പറയുകയുണ്ടായി, യുവതലമുറയെ സിനിമ
സിനിമയെ സ്നേഹിക്കുന്ന യുവതലമുറയെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ശക്തി തരുന്ന ഒരാൾ കൂടിയാണ് ടൊവിനോ. യാതൊരുവിധ സിനിമാ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാതെ കഠിനാധ്വാനത്തിലൂടെ ഇന്ന് ഈ നിലയിലെത്തി. സൂപ്പർ ഹീറോ ആയി ഇതുപോലെ ഒരു പക്ഷേ വിജയിക്കാത്ത ഒരു നായകനായി ആ ആനന്ദൻ എന്നുള്ള കഥാപാത്രം സിനിമയുടെ അവസാനെങ്കിലും അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായും ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആശിച്ചവരാണ് സിനിമ കണ്ടവരൊക്കെയും. ടൊവിനോയ്ക്കുള്ള മെമെന്റോയും സമ്മാനിക്കുകയാണ് ഈ അവസരത്തിൽ. ഉണ്ണിയേട്ടനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സമയത്ത് നെറ്റ്ഫ്ലിക്സിലും തിയേറ്ററിലും ഒക്കെ ടൊവിയുടെ സിനിമ നിറഞ്ഞോടുകയാണ്. ഇങ്ങനെ ഒരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാവാനൊക്കെ പറ്റി. എന്താണ് ഈ സിനിമയുടെ അനുഭവങ്ങൾ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ സിനിമ ഞങ്ങൾ ഒരു 2020 ഈ സിനിമയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച തുടങ്ങുന്നത് തന്നെ. ആ സമയത്ത് എനിക്ക് ജിനിച്ചേട്ടനും ഡാർവിൻ ബ്രോയും കൂടിയിട്ടാണ് അന്ന് വന്ന് പറഞ്ഞത്. അന്ന് എനിക്ക് അവർ തന്നിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ 100% അതിനോട് നീതി പുലർത്തി എന്നുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിൻ്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇപ്പോൾ ഇവിടെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശീസ്സോടുകൂടിയിട്ടാണ്. ഉണ്ണി സാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സാധി സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളൊന്ന് സമയം ചെലവഴിക്കുകയും, അപ്പൊ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു. ഒരു ഇൻഡസ്ട്രിയുടെ അധികാരന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശീസ്സുകളോടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത്. ഇപ്പോൾ ഈ സക്സസിനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നു. കറക്റ്റ്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു. ഈ കാലഘട്ടം ഫീൽ ചെയ്യിക്കാനുള്ളതും ഈ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് 2 കഥകൾ പറയുമ്പോൾ 2ന്റെയും പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും, അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ ഉള്ള അങ്ങനെയൊരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളിലെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കി. അപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ്. ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്നാലും ഈ ഒരു ഈവനിങ്ങിൽ ഞങ്ങളോട് അറിയാൻ എനിക്ക് സംസാരിക്കുന്നതിന് ഞാൻ സ്റ്റേജിലൊന്നും മിസ്സാവുന്നതുകൊണ്ട് 2 വാക്ക് പറയാം. ഈ സിനിമ ഗംഭീരമാക്കിയത് ആദ്യം ഡയറക്ടർ ഋഷിക്കൻ ആൻഡ് റൈറ്റർ ഋഷിക്കൻ ആൻഡ് പ്രൊഡ്യൂസർ ഋഷിക്കൻ ആൻഡ് ഹീറോയ്ക്ക് സ്പെഷ്യൽ ഷേക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞു. എല്ലാം ഇത്രയൊക്കെ പോലെ
പക്ഷേ എനിക്കൊരു പ്രതിഷേധമുണ്ട് ഈ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെ. നിങ്ങൾ കാപ്പാന്നൊരു ചെറിയ ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഷീൽഡ് പോലും തന്നില്ല കേട്ടോ. അതിന് പ്രതിഷേധം, സോറി. ഓക്കെ, താങ്ക് യു. സാധാരണ ആശംസകൾ വാക്കാലാണ് അറിയിക്കുന്നത്. ഇത് അഭിനന്ദനെ നേരിട്ട് തന്നെ അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ചുരുക്കിയിരിക്കുകയാണ്. ഇനി ഷാജി സാറിനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് പ്രൊഡ്യൂസർ ടോൾവിൻ കുര്യാക്കോസ് അദ്ദേഹത്തിന് മെമെന്റോ സമ്മാനിക്കുന്നതിനായി. It's really a privilege for us to stand here. As I look around the room, I see so many talented filmmakers. It's really a testament to how strong Malayalam cinema is and what an amazing tradition of filmmaking exists in the state. And then to have such incredible talent working with us, Tovino, Gino, Darwin, it's really a privilege for us, nothing less than that. And we hope to continue doing this. Thank you. Thank you so much. ടോവിനോ ദയവായി വേദിയിൽ തുടർന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് വിശിഷ്ടാതിഥികൾക്ക് സദസ്സിലേക്ക് ഇരിക്കാവുന്നതാണ്. താങ്ക് യു.
നേരത്തെ പറഞ്ഞ രണ്ട് ഇരട്ടകൾ വളരെ മനോഹരമായിട്ട് ഒരു സിനിമയുടെ കൂടെ അവരുടെ മനസ്സും ശരീരവും പരിപൂർണമായിട്ടും അർപ്പിച്ചുകൊണ്ടൊരു ചലച്ചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നതാണ്. തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഒരു സിനിമയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രോപ്പർ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് സജീവമായിട്ട് ചെയ്തു പോയിട്ടുള്ള ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ വൈകുന്നേരം. അതിന് ഡോൾബിനും ഡാർവിനും ജിനുവിനും ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് ചുവയ്ക്കും മറ്റ് എല്ലാ ആക്ടേഴ്സിനും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം. ഓൾ ദി ബെസ്റ്റ്. അഡ്വക്കേറ്റ് ഇല്ലിക്കൽ തോമസ്. താങ്കൾക്ക് പറയാനുള്ള വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം. കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മോശമായി എന്നുള്ള ഒരു ചിന്തപ്പേര് എനിക്ക് ഉണ്ടായില്ല. പിന്നെ എൻ്റെ മകൻ്റെ അച്ഛനായിട്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിലേക്ക് അവസരം തന്ന ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരുടെ എഴുത്തുകാർക്കൊക്കെ എന്നെ നന്ദി. തെറ്റൊന്നും പറയാനില്ല. താങ്ക് യു സർ. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഈ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ സാദിഖ്, അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു പടത്തിൽ അഭിനയിക്കുക, ആ പടം സക്സസ് ആവുക, അതിനൊരു പാർട്ടി വെക്കുക, അതിൽ പങ്കെടുക്കാൻ കഴിയുക, ഒരു മൊമെന്റ് കിട്ടുക. ഈ മൊമെന്റ് ഒക്കെ കിട്ടിയിട്ട് കാലം പറയും. ഒരുപാട് പടത്തിന്റെ മൊമെന്റ് വീട്ടിലിരിക്കുന്നുണ്ട്, 150-200 ദിവസത്തിന്റെ. പക്ഷെ ഈ അടുത്തിടെ കാലത്തായിട്ട് മൊമെന്റുകൾ വളരെ കുറവാണ് കിട്ടാറ്. അതിൽ വളരെ സന്തോഷം. പിന്നെ ഈ പടത്തിൽ ഞാൻ എത്തിപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിനു എന്നോട് പറഞ്ഞു, ചേട്ടാ അടുത്ത പടത്തില് ഒരു വേഷം ചെയ്യണം. ഞാൻ ജിനുവിനോട് ചോദിച്ചു എന്താണ് വേഷം വെച്ചത്? പോലീസ് വേഷമാണ്. ഞാൻ അപ്പോഴേ ജിനുവിനോട്, ജിനു എന്തിനാണ് പോലീസ് വേഷം? ചേട്ടാ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കും. ഫുൾ കഥ പറഞ്ഞപ്പോ ജിനുവിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാനല്ലാതെ വേറെ ആരും ചെയ്യിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ജിനുവിനോട് ചോദിച്ചു എന്താണ് ജിനു ഈ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നിയെന്ന് ചോദിച്ചപ്പോ ജിനു പറഞ്ഞു, ചേട്ടാ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു കൊലപാതകമൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടൻ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഡാർവിൻ എന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ പരിഹരിച്ചത്. ഒരു നിലയ്ക്ക് ഇടവും വരാൻ വിടാതെ വളരെ മനോഹരമായിട്ട്. അതിന് കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ, അതുപോലെ മറ്റു ക്രൂസ്, പിന്നെ ഹീറോ, അത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും കണ്ടക്ട് ചെയ്യുന്ന വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്തൊരു മൂവിയാണ്. സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ കുറെ കാലങ്ങളായി ഒരു മൊമെന്റോ വാങ്ങിച്ചിട്ട്, കുറെ മൊമെന്റോ വീട്ടിലിരിപ്പുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയാണെന്ന് പറയുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ടോവിനോയുടെ ഫാദർ പറഞ്ഞ പോലെ അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിലും അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതുപോലെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ മോൻ്റെ ഇതൊരു മൊമെന്റ് വാങ്ങണമെന്ന്. പക്ഷേ ഒരുമിച്ച് 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ
വാങ്ങാൻ പറ്റിയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നമുക്ക് 2-3 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ വെച്ചാൽ 2 ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ്തുള്ള ഒരു ക്യാരക്ടറായിരുന്നത്. 2 കാലഘട്ടം കാണിക്കുന്ന പടം ഗംഭീര പടമാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയി കണ്ടത്. എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു അസല് പടം. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ പടങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം പങ്കെടുത്തു. അതൊരു അത്ഭുതമാണുള്ളത്, പറഞ്ഞു പറയിപ്പിച്ച പോലെ ആയിപ്പോയി. എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ശ്രീ വെട്ടുകിളി പ്രകാശൻ. ആശംസകൾ നേർന്ന മറ്റ് അംഗങ്ങൾക്ക് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സിബി മലയിലൂടെ പറഞ്ഞ 1-2 വാക്കുകൾ കടമെടുത്ത് പറയേണ്ടി വരികയാണ്. 100 ദിവസവും 50 ദിവസവും ഒക്കെ ഓടുന്ന പടങ്ങളുടെ കാലം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ തന്നെ നിർമ്മിച്ച ആകാശദൂതും അതുപോലെ കൂടെ ഇവിടെയും ഒക്കെ 100 ദിവസമൊക്കെ ഓടിയപ്പോൾ അതിൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുത്തതും അതൊക്കെ ഓർമ്മകളിലുണ്ട്. ഈ സിനിമയിൽ ചെറുതെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ എനിക്ക് തന്ന ജിനുവിനോടും ഡാർവിനോടും ഒത്തിരിയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതുപോലെ ഈ ചിത്രത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. ഇനിയും തുടർന്നും ഇവർക്ക് ഇതുപോലെയുള്ള ചിത്രങ്ങൾ എടുക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു നേട്ടം.
സ്പെഷ്യൽ മൊമെന്റ് ആണ്. കാരണം ഇതിന്റെ ഡയറക്ടർ എന്റെ തിരക്കഥ വർക്ക് ചെയ്യുന്നതിനോടൊപ്പമാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രവേശനം എൻ്റെ ഒരു സിനിമയിലൂടെയാണ്. അതുകൊണ്ട് പ്രത്യേക സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിൽ പങ്കുചേരുന്നതിൽ. കൂടാതെ ഇതിന്റെ റൈറ്റർ ജിനുവും എൻ്റെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുടെ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. നന്ദി.